അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഐശ്വര്യമായിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ആദ്യം ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളുണ്ട്, അപ്പം ഇന്ന് ചോറ് വേണം. പിന്നെ അതാ കുറച്ച് പച്ചക്കറികളൊക്കെ ഇന്നലെ രാത്രി കൊണ്ടുവന്നതേനി കേട്ടോ. അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇനി എടുത്ത് വെക്കാഞ്ഞത് എന്താ വെച്ചാൽ മടി ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. നമ്മളെ ഉള്ളിത്തട്ടൊക്കെ ഞാൻ ഇന്നലെ രാത്രി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കുറേ ദിവസം വെക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒക്കെ കഴുകി വെച്ച് പിന്നെ ആ വെള്ളത്തോട് കൂടിയിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൗണ്ടർ ടോപ്പുമ്പോൾ അങ്ങനെ പിന്നെ കവർന്ന് അതേപോലെ അങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ അതാ ഇനി ഞാൻ 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മസാല ദോശയാണ് കേട്ടോ. ദോശമാവൊക്കെ രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ മസാലയ്ക്ക് ഞാൻ 2-3 ഉരുളക്കിഴങ്ങ് അതിന് എടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് പിന്നെ ഒരു 2-3-4 പീസാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 കിഴങ്ങ് എടുത്തിന് ഞാൻ, പക്ഷേ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 കിഴങ്ങ് തന്നെ പിന്നെ മുറിച്ചെടുത്തപ്പോൾ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നവിടെ മാറ്റി വെച്ചു. പിന്നെ കുക്കറിൽ അത് പിന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് ഗ്യാസുമ്മ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നതിൽ ഒരു ഫ്ലവർ ഉണ്ടായിന്, കോളിഫ്ലവർ. അപ്പോൾ അതെടുത്തിട്ട് കുട്ടികൾക്കൊന്ന് സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാൻ ഇതാക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലിങ്ങനെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ പൊയ്ക്കോളും. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിക്ക്. അപ്പോൾ പിന്നെ അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഞാൻ വേഗം ഒരു സവാളയൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് മസാലയ്ക്ക് ഒരു സവാളയും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് നമ്മളെ ചോപ്പർ ഉണ്ടല്ലോ, ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചോപ്പർ കിട്ടിയപ്പോൾ പിന്നെ സവാള അരിയാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ പിന്നെ നല്ല നൈസായിട്ട് കിട്ടും സവാള. പിന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ചില കൂട്ടുകാരൊക്കെ നമ്മളുണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യലുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ ആണ് അന്നിപ്പോൾ അപ്ലോഡ് ആക്കുന്നത്. ഇപ്പോൾ എടുത്ത് വെച്ച വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. ഓരോ തിരക്കായാണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ചില ടൈമിൽ സമയം കിട്ടൂല, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ മാക്സിമം കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ആവും. എന്നാലും നിങ്ങൾ മുന്നിലേക്ക് ഒരു വീഡിയോ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണാൻ നോക്കണം കേട്ടോ. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ ചേമ്പ് കറി ഉണ്ടാക്കുന്ന പിന്നെ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ മസാല ദോശയ്ക്കുള്ള സവാളയും അതേപോലെ ഒരു തക്കാളിയും 2 പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിരുന്നല്ലോ, അപ്പോൾ ഞാൻ അരി വേഗം കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ അത് ഇവിടെ കടന്നിട്ട് വെന്തോളും. ഇടയ്ക്ക് തീയൊന്ന് കത്തിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഒരു 2-3-4 വിസിലടിച്ചപ്പോൾ ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ഇനി നമുക്ക് സവാളയൊക്കെ വാട്ടിയിട്ട് പിന്നെ മസാല റെഡിയാക്കി എടുക്കാം. മസാല ദോശയൊക്കെ അധികം ആൾക്കാരും ഉണ്ടാക്കൂലേ. എല്ലാവരും ഒരേ രീതിയിലൊന്നും ആവില്ല ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾക്കും പറഞ്ഞുതരാം കേട്ടോ. ചില വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കലുണ്ട്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് അതൊന്ന് ഉടച്ചെടുക്കും വേണം. അപ്പോഴത്തേനും ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ടേനി. ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ അതേപോലെ തന്നെ പൊട്ടുകടല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ചിലർ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്, ഉഴുന്നൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. ഞാൻ ഉഴുന്നൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതാ നമ്മൾ ചോപ്പറിൽ സവാള ചോപ്പ് ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി സവാള ഒന്ന് വഴന്ന് വരട്ടെ. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞതും അതേപോലെ പച്ചമുളക് അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ചേ ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ ചിഞ്ചുമോൾ ഇതാ എനിക്ക് തേങ്ങയൊക്കെ ചിരകി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാല ദോശയ്ക്ക് ഞാൻ കറിയൊന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചു. ഇനി മസാലയൊക്കെ ഇട്ടിട്ടല്ലേ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചിഞ്ചു പറഞ്ഞ് മുച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാണ്ട് പിന്നെ ഓള് തേങ്ങ ചിരകി തരുന്നുണ്ട് കേട്ടോ ചട്നിക്കുള്ള.
പിന്നെ ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മസാല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും പിന്നെ സുർക്കയും ചേർത്താണ് കേട്ടോ മസാല റെഡിയാക്കിയത്. പിന്നെ അതിക്ക് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി, അതേപോലെ കുറച്ച് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി. അപ്പോൾ അതവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ നമുക്ക് ചോറ് വന്നിട്ട് ആ ഒരു അടുപ്പത്ത് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഇതാ ഇവിടെ സവാളയും തക്കാളിയും ഒക്കെ പിന്നെ വഴന്ന് റെഡി ആയിട്ടുണ്ടേനും. അപ്പോൾ അതിക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിക്കണമല്ലോ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പിന്നെ പുഴുങ്ങിയത് അവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും അതിക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മസാല റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ദോശ ചുട്ടെടുക്കണത് ഇതാ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ച് തന്നതേനിട്ടോ ഈ ഒരു സ്ക്വയർ തവ. ഇത് കണ്ടാൽ നമുക്ക് നോൺ സ്റ്റിക്ക് ആണെന്ന് തോന്നും, പക്ഷേ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ ആയിട്ടും നമുക്ക് ഒരു പ്രാവശ്യം ഇത് അവർ അയച്ച് തന്നതാണ്. ഇപ്പോൾ എന്താ മറന്നിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ, രണ്ടാമത്തെ പ്രാവശ്യം ഇത് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറണ്ട് അടുപ്പുമ്മലാണ് കേട്ടോ ദോശ ചുടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പിന്നെ സ്ക്വയർ തവ ഞാൻ കറണ്ട് അടുപ്പുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്ക് എണ്ണ തടവി കൊടുക്കണുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് എണ്ണ തടവി കൊടുക്കൽ നിർബന്ധമാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പം എണ്ണ തടവി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ദോശയൊക്കെ പരത്തിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലേക്കാണ് ഞാൻ എണ്ണ തടവി കൊടുക്കൽ. അപ്പോൾ ഈ ഒരു തവ നമ്മൾ എന്താ പറയുക സീസണിങ് ഒക്കെ കഴിഞ്ഞ് വരുന്നത് കൊണ്ട് നമുക്ക് ഇതങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും വല്ലാതെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിനും അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തവ. പിന്നെ ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരലുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ഫ്രൈ പാൻ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത ആ ഒരു പിന്നെ കുക്കർ ഉണ്ടല്ലോ, അതും ഇൻഡസ് വാലിൽ നിന്ന് അവർ അയച്ചു തന്നതേന്. പിന്നെ സ്ക്വയർ തവ അതിൻ്റെ മുന്നേ ഒന്ന് അയച്ചു തന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റീലിൻ്റെ 2 കടായി അവർ അയച്ചു തന്നിട്ടുണ്ടേന്. അതൊക്കെ ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഒക്കെ അടിപൊളി പ്രൊഡക്റ്റുകളാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്, ഒന്നിനും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളണ്ടി. സ്ക്വയർ തവ വേണമെങ്കിലും അതേപോലെ സ്റ്റീലിൻ്റെ കുക്കർ വേണമെങ്കിലും സ്റ്റീലിൻ്റെ കടായി വേണമെങ്കിലും അതേപോലെ പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫ്രൈ പാൻ ഉണ്ടല്ലോ, അയൺ കാസ്റ്റേൻ്റെ ഫ്രൈ പാൻ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ അത് വാങ്ങിക്കോണ്ടി. ഒക്കെ നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ വാങ്ങിക്കുന്ന സമയത്ത് റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒന്നും റേറ്റ് നമ്മൾ പറയാത്തത് എന്താ വെച്ചാൽ പല ടൈമിലും പല റേറ്റ് ആയിക്കാരം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ ലിങ്കിൽ കയറിയാൽ മതി. ലിങ്കിൽ കയറിയാൽ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എത്രയാണോ റേറ്റ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ. ചില സമയത്ത് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ റേറ്റ് ചിലപ്പോൾ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് കേട്ടോ. അപ്പോൾ മസാല ദോശയൊക്കെ ഞാനവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ തവയാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊക്കെ ചട്ടിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ചുടുന്നതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ ചോറ് വന്നിട്ടുണ്ടെങ്കിൽ ചോറ് വന്നപ്പോൾ ഞാനത് ഊറ്റി വെച്ചു. പിന്നെ ആ ഒരു അടുപ്പിൽ നമ്മൾ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ പിന്നെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതാ ഞാനൊരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളെ ചിഞ്ചുമോൾക്ക് സ്കൂൾക്കൊക്കെ പോകാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ ഇന്ന് വേറെ കൂട്ടാനൊന്നുമില്ല കേട്ടോ, ഈ ഒരു കൂട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മതി കേട്ടോ. അങ്ങനെ അവർക്ക് 2 കൂട്ടാനൊന്നും വേണമെന്നൊന്നുമില്ല, ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് നല്ല ഇഷ്ടമാണ് എന്തായാലും. അപ്പോൾ ചോറൊക്കെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ അപ്പം ഇനി ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാണ് കേട്ടോ. ഞാനും റിച്ചുമോനും ഉണ്ട് കഴിക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചട്നി കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. മസാല ദോശയിൽ മസാല തന്നെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ചട്നി വേണ്ടവർക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചട്നി ഉണ്ടാക്കി. മസാല ദോശ ആകുമ്പോൾ ചൂടോടെ കഴിക്കണമല്ലേ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ചൂടൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളിപ്പോൾ നേരെ ചുട്ടിട്ടാലുള്ളൂ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല ദോശയും ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിന് കഴുകാൻ. അതൊക്കെ കഴുകി വെച്ചപ്പോൾ തന്നെ നമ്മൾ ഐഫക്കുട്ടി മദ്രസ ഇട്ട് വന്നിട്ടുണ്ടായിന്. പിന്നെ ഓൾക്ക് ചായ കൊടുക്കലും ഓളെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കലൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്ന്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കും കേട്ടോ. മുറ്റത്ത് അധികം ചമ്മലൊന്നുമില്ല, അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നാലും അതൊന്ന് ക്ലീൻ ആക്കും ചെയ്യും. പിന്നെ അകത്ത് ബെഡൊക്കെ ചിഞ്ചുമോൾ പോയപ്പോൾ വിരിച്ചിട്ടിരിക്കണം. അപ്പോൾ പിന്നെ അവിടേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല.
അങ്ങനെ ഐഫുക്കുട്ടിക്ക് പോകാൻ സമയമായപ്പോൾ ഐഫുക്കുട്ടി പോയി. പിന്നെ എൻ്റെ ഇളച്ചൻ്റെ കുട്ടിയുണ്ട് കേട്ടോ ഒന്ന് കൂടെ പോവാൻ. അപ്പോൾ ഒരു രണ്ടാളും അങ്ങനെ പോയി. ഇല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ കുറച്ച് അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കലുണ്ട്. ഇന്ന് ഓനും കൂടെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഒരു ഒറ്റയ്ക്ക് പോയിക്കൊണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ പിന്നെ റിച്ചുമോൻ്റെ ബസ്സും വന്നു, ഓനും പോയി. മഞ്ജുമോളും ചിഞ്ചുമോളൊക്കെ നേരത്തെ പോയിക്കണം കേട്ടോ. ഒരു പോയപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ തിരക്കിട്ട് പണി തന്നെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അതാ നമ്മളെ പച്ചക്കറികളൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഉള്ളിത്തട്ടിൽ വിരിച്ചു കൊടുക്കണത് ഇത് ചാക്കാണ് കേട്ടോ. ഈ ചാക്ക് പിന്നെ എന്താ പറയുക, സാധാ നമ്മൾ അരിയൊക്കെ കൊണ്ടുവരുന്ന ചാക്കില്ലേ, അങ്ങനത്തെ ചാക്കാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഈ ഒരു പാത്രത്തിന് കണക്കാക്കിയിട്ട് 2-3 പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലിങ്ങനെ വിരിച്ചു കൊടുക്കും. എന്നിട്ട് അയക്കാണ് കേട്ടോ സവാളയൊക്കെ ഇട്ട് കൊടുക്കൽ. സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ ഇതിൽ വെക്കൽ. അതേപോലെ ഉരുളക്കിഴങ്ങും കേട്ടോ. ഉരുളക്കിഴങ്ങും സവാളയും പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ച് പോകും. അപ്പോൾ ഒരു തുടിയിൽ വെക്കരുത് കേട്ടോ, അടുത്തടുത്ത് അങ്ങനെ വെക്കരുത്. പിന്നെ വേറെ തട്ടിലാണ് ഉരുളക്കിഴങ്ങ് വെക്കൽ ഞാൻ. സവാളൻ്റെ അടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുള വരും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ തക്കാളിയൊക്കെ എടുത്ത് വെക്കാണ് കേട്ടോ. തക്കാളി പിന്നെ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കൽ. പിന്നെ നമുക്ക് ബജിമുളകൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ 4 മണിക്ക് സ്നാക്സ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തക്കാളിൻ്റെ ബോക്സിൽ ഒരു അരുവിലാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ, വൈകുന്നേരം എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ പച്ചമുളകുണ്ട്, ഇഞ്ചി ഉണ്ട്, പിന്നെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ എടുത്ത് വെക്കാൻ. ഇഞ്ചി ഇതേപോലെ ഞാനൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ട് സാധനം. എന്നാലും ബാബു കൊണ്ടുവരുമ്പോൾ കുറച്ചധികം അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരും. ചിലപ്പോൾ എന്നോട് വിളിച്ച് ചോദിക്കും എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇന്നലെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്നും ചോദിച്ചിട്ടില്ല, കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ അങ്ങനെ കേട് വരുമൊന്നുമില്ലല്ലോ പറഞ്ഞു. കുറേ ദിവസത്തിന് ഉണ്ടാവും കേട്ടോ. പച്ചമുളകൊക്കെ ഇങ്ങനെ ഞെട്ടൊക്കെ കളഞ്ഞാണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചീത്തയായി പോകുമൊന്നുമില്ല. പിന്നെ ഇഞ്ചിയൊക്കെ അതേപോലെ ഞാൻ ബോക്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കൽ. അപ്പോൾ ഇഞ്ചി ഇട്ട് വെക്കണ ബോക്സ് നിറഞ്ഞിനി. അപ്പോൾ അത് അടക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ കുറച്ച് പിന്നെ ഞാൻ 2-3 പീസായി നിന്ന് എടുത്തിട്ട് പിന്നെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് ഇട്ട പാത്രത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചോറിന് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വെണ്ടയ്ക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടോ അത്. വെണ്ടയ്ക്കൊക്കെ വറുത്തരച്ചിട്ടുള്ള കറിയാണ്. വെണ്ടയ്ക്ക വറുത്ത് അതേപോലെ തേങ്ങയൊക്കെ വറുത്ത് അരച്ചിട്ടുള്ള കറി കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ വെണ്ടയ്ക്ക വേണം. അതേപോലെ തന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 2 പിടി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് പിന്നെ എന്താ പറയുക കുരുമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ 1/4 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ ഇപ്പോൾ കെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് വേണം കേട്ടോ. കുട്ടികൾ പോയി കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഞാൻ കിച്ചണിക്ക് വന്നത്. നമ്മളെ അകത്തുള്ള കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിക്ക് വന്നത്. അപ്പോൾ ഇനി കറി ഉണ്ടാക്കണം, അതേപോലെ മീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ നമ്മളെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ വലിയ ജീരകം എടുത്തതിനല്ലേ 1/4 ടീസ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ ചിരവിയതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടി നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തീയിൽ നിന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും കരിയൊന്നുമില്ല, എന്നാലും തീ കുറച്ച് ഓവറാണ്. അപ്പോൾ ഒരു കൊള്ളി വിറക് അതിന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളി എടുത്തിന് കേട്ടോ. അത് നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടില്ല. തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ സാധാരണ കറിക്ക് ഇഞ്ചിയല്ല വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുമല്ലോ. അതേപോലെ ഒരു 2-3 ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളിൻ്റെ അല്ലിയും ചേർത്തിട്ടുണ്ട് അതിന് കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ വറുവായി വന്നപ്പോൾ പിന്നെ നമ്മൾ എടുത്ത പൊടികളും ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഞാൻ കുറച്ച് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഒരു 8-9 വെണ്ടയ്ക്കയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പാകത്തെ വെണ്ടയ്ക്കാണ് കേട്ടോ, അധികം വലിപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയതാക്കിയിട്ട് വട്ടത്തിലാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വറവായി കിട്ടും കേട്ടോ. നമുക്ക് വെണ്ടയ്ക്കും വേണം വറുത്തെടുക്കുക. പിന്നെ വെണ്ടയ്ക്ക ഇങ്ങനെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ കൊഴുപ്പ് ഉണ്ടാവില്ല എന്ന് പറയണത് കേൾക്കാം. അപ്പോൾ ഞാനും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ആ ചട്ടീൻ്റെ അടിയിൽ ഇങ്ങനെ പിടിക്കുമല്ലോ, ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമ്പോൾ. അപ്പോൾ അത് ഉണ്ടാവില്ല എന്ന് പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൈരേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ വറുവായപ്പോൾ അത് ഞാനിതാ ഒരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വെണ്ടയ്ക്കും വറുത്തെടുക്കുന്നത്.
അപ്പോൾ തേങ്ങ വറുത്തത് അതിന് മാറ്റിയിട്ട് പിന്നെ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ എന്ത് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഇപ്പം ഓയിലാണ് കേട്ടോ ഇവിടെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഓയിൽ ചൂടായപ്പോൾ നമ്മളെ വെണ്ടയ്ക്കയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു വെണ്ടക്കക്കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എന്തായാലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മളെ വെണ്ടക്ക വറവായി വരട്ടെ. അപ്പോൾ തന്നെ ഞാൻ ആ തേങ്ങ പോയിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്കൊക്കെ ഇതാ വറവായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ട് നമ്മളെ ചട്ടിൻ്റെ ഉള്ളൊന്ന് കാണിച്ചതാണ് കേട്ടോ. ചട്ടിൻ്റെ ഉള്ളിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ തൈര് ചേർത്ത് കൊടുത്ത ടിപ്പ് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ ചട്ടിക്കും നല്ല പവർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വീഡിയോയിൽ കാണിക്കണതല്ലേ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ അതൊരു മണ്ണിൻ്റെ ചട്ടിക്ക് പുളി പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങൻ്റെ അരപ്പ് ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടക്ക വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ വെണ്ടക്ക ഞാൻ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2-3 പച്ചമുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളകും കൂടെ ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറി ഞാൻ പഠിച്ചത് ഇവിടുത്തെ ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു കറി. ഉപ്പാക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഉപ്പാക്ക് ഇഷ്ടമാകുമ്പം ഉമ്മ എപ്പോഴും ഉണ്ടാക്കും ചെയ്യും. അങ്ങനെ ഉമ്മാൻ്റെ അടുത്തു നിന്ന് പഠിച്ചതാണ് ഈ ഒരു കറി. ബാബുവിനും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. തേങ്ങ വറുത്തരച്ച കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ. ഉമ്മ വെണ്ടക്ക വെച്ചും ഇതേപോലെ ഉണ്ടാക്കും. പിന്നെ കയ്പ്പങ്ങ വെച്ചും ഇതേപോലെ വറുത്തരച്ച് കറി ഉണ്ടാക്കലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഉമ്മാൻ്റെ കറിയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് സമയം നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ എന്താ പറയുക തൂമിച്ചെടുക്കുക കറി. പിന്നെ വെണ്ടയ്ക്കൊക്കെ വെന്തതല്ലേ, വെണ്ടയ്ക്ക് വെന്തതാണ്. അതേപോലെ തേങ്ങ നമ്മൾ വറുത്തരച്ചതാണ്. അപ്പോൾ നല്ലോണം ഒരു 2 താള തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് കറി ഒഴിച്ച് കൊടുത്തു. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മീൻ പൊരിച്ചെടുക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ചട്ടി കഴുകിയിട്ട് ആ ഒരു ചട്ടി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ ഭയങ്കര ലാഭിക്കലാണ് കേട്ടോ. പാത്രം കഴുകാനൊക്കെ ഭയങ്കര മടി തന്നെയാണ്. എനിക്കും കരി കയ്യുമ്മലാക്കാൻ ചിലപ്പം ഭയങ്കര മടിയേക്കാറ് കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ വിറകടുപ്പിൽ തന്നെ കുക്കിംഗ് ആണെങ്കിൽ ഈ ഒരു പാൻ തന്നെയാണല്ലോ അധികം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു മണ്ണിൻ്റെ കാലം മാത്രമേ ഉള്ളൂ എനിക്ക് കഴുകാൻ. പക്ഷെ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നതൊക്കെ നല്ല ടേസ്റ്റ് ആയിക്കാരട്ടെ കഴിക്കാൻ. നമ്മൾ ഗ്യാസുമ്പോൾ ഉണ്ടാക്കണക്കാട്ടിലും ടേസ്റ്റ് കിട്ടും വിറകടുപ്പിലാവുമ്പോൾ. അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക്